തച്ച് പൊട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അയ്യേ, എല്ലാരെയും പറ്റിച്ചു. തല്ലാനും കൊല്ലാനും പോകാൻ നമ്മൾ ലഹരിന്റെ പിന്നാലെയൊന്നും അല്ല. നമ്മൾ ലഹരി എന്താണെന്ന് ഇനി നിങ്ങൾ കാണും. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ എത്രയെത്ര മാങ്ങ തിന്നതാണല്ലേ. ഒന്ന് ഓർത്തു നോക്കിയേ, ആ കുട്ടിക്കാലം, അവധിക്കാലം, രാവിലെ തുടങ്ങിയ രാത്രി വരെ നീളുന്ന കളികൾ, മരം കയറ്റങ്ങൾ, ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ, മാങ്ങയും ചാമ്പങ്ങയും പുളിയും. ഓ, എന്ത് രസമായിരുന്നു. ഉന്നം ഭയങ്കര കൃത്യമായതുകൊണ്ട് ഒറ്റ മാങ്ങ പോലും കിട്ടിയില്ല. എനിക്ക് അതിനെ കൊണ്ട് പറിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും മാങ്ങ പറിക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നാക്കുണ്ട്. പിടിച്ച ചേരടമത്തെ ഇത് 4 മുറിച്ചിട്ട് കുറച്ച് പറങ്കിപ്പൊടിയും ഉപ്പും ഇടുക. നല്ല എണ്ണ ഒഴിച്ചിട്ട് നല്ല പെരട്ടി അങ്ങ് എടുത്തിട്ട് ഒരു വെക്കല് വെക്കുമ്പോ അതിനാന്ന് പൈസ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് അവധിക്കാലത്തെ ഈ മാങ്ങ തീറ്റി. ഉപ്പും മുളകും മാത്രം ചേർത്ത് ചിലയിടത്ത് കഴിക്കും. കൂടെ കാന്താരി മുളകും ചേർത്ത് കഴിച്ചാലോ, ഓ ബഹു കേമം. ചെറിയുള്ളി ചതച്ച് ഇത്തിരി പുളി കൂടി ചേർത്ത് പച്ച വെളിച്ചെണ്ണയും താളിച്ച് മാങ്ങ കഴിച്ചാലോ, അയ്യോ, പറഞ്ഞപ്പോൾ തന്നെ നാവിലങ്ങനെ വെള്ളം മുറുക. ഇനി അധികം പറയാനും വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ ആട് പറമ്പ് പോയി എടുക്കും, എന്നിട്ട് മുറിക്കും, എന്നിട്ട് ഉപ്പും പറങ്കി വിട്ടിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് തിന്നും, എന്നിട്ട് എടുത്ത് വായിൽ വെക്കും. വാ പൊളി മാങ്ങ അത് പറങ്കി, അതായത് മുളക് പൊടിയിലിട്ട് ഉപ്പുമൊക്കെ ഇട്ട് ആലോചിക്കുമ്പോൾ തന്നെ നാവിലിങ്ങനെ അങ്ങ് വെള്ളം ഊറും. സത്യത്തിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ മാങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ താളിച്ച് കഴിഞ്ഞാൽ സംഗതി കിട്ടിലാണ്, കിട്ടിലോസ് കിടലയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.